അവനിൽ പാപം ചെയ്തില്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിട്ട് അവൻ പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവൻ 30 വർഷങ്ങൾക്ക് ശേഷം അവന്റെ ഭവനത്തിൽ നിന്ന് അവൻ വിടുവിക്കപ്പെട്ടു. ഒരുപക്ഷെ അവന്റെ അമ്മ മറിയ മാത്രം അവനെ സ്നേഹിച്ചു കാണും. ആ ഭവനം വിട്ട് അവരിതാ പാലസ്തീന്റെ തെരുവുകളിലേക്ക് ഇറങ്ങുമ്പോഴേ എന്താണ് അവന്റെ വീട് വിട്ട് ഇറങ്ങിയെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ഒരിക്കൽ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, പറവുകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴിയുണ്ട്, മാളമുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവന്റെ വീട്ടിലെ അംഗത്വം നഷ്ടപ്പെടുന്നില്ലേ എന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, അവനിതാ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. മലകളിൽ പോയിട്ട് അവൻ രാത്രികാലം പ്രാർത്ഥന കഴിക്കുകയാണ്. ആ യേശുക്രിസ്തു 30 വർഷക്കാലം യഹൂദൻ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങണം എന്നുള്ള നിയമപ്രകാരം കീഴടങ്ങി. 30 വയസ്സിന് ശേഷം അവൻ എന്താണ്? ഒരു യഹൂദൻ അമ്മയപ്പന്മാർക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല. അവന്റെ സ്വതന്ത്രമായിരിക്കുന്ന ഇച്ഛയിലേക്ക് കടന്നു പോകാനുള്ള സമയമായപ്പോൾ ആ ന്യായപ്രമാണത്തിന്റെ നിയമത്തിൽ നിന്നും അവൻ 30-ാമത്തെ വയസ്സിൽ പുറത്തു വന്നു. എന്നിട്ട് തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് പാലസ്തീന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് ഘോഷിച്ചു.